ഹലോ കൂട്ടുകാരെ, നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? അങ്ങനെ ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ മതിയാവും, അതിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു കളറൊക്കെ മാറി വരുന്ന പോലെ വഴറ്റുക. എന്നിട്ട് ഒരു 10-15 കുഞ്ഞുള്ളി, കൊച്ചുള്ളി എന്നും പറയും, അതിടുക കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ അധികം മീൻ കറിയിൽ സവാള ചേർക്കാണ്ടിരിക്കുക. ശരിക്കും മീൻ കറിക്ക് ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ കൊച്ചുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഞങ്ങളൊക്കെ കൊച്ചുള്ളിയെ ചേർക്കാറ് കേട്ടോ. അതിനുശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തുക. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മണ്ടത്തരം എന്താ പറയുക, നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല കാണാനും കുറച്ച് കളറും ഭംഗിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞ് വരില്ലേ, അതുപോലെ വരട്ടണം. എന്തെന്ന് വഴറ്റും തോറും വരണ്ട് 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 എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ആ മീൻകറിക്ക് ടേസ്റ്റ് കൂടും. അങ്ങനെ അതിനുശേഷം 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി വഴറ്റുക. തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി ഉടഞ്ഞ് വരുന്നവർ വഴറ്റുക. എന്നിട്ട് വേണം വഴറ്റിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ കേട്ടോ, പുളിവെള്ളം. എന്തെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കിട്ടുന്നത് ആ സമയത്ത് പുളിവെള്ളം ഒഴിക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ആ പച്ചക്കുത്ത് പറയില്ല, അതുണ്ടാവും. അങ്ങനെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് വേണം നമ്മൾ ഈ മീനിടാൻ. അങ്ങനെ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനെടുത്തിടുക. അങ്ങനെ നല്ല മീൻ കറി റെഡിയാവും. പിന്നെ കാര്യം മനസ്സിലാക്കണം, രാത്രി കഴിക്കണമെങ്കിൽ കാട്ടി പിറ്റേ ദിവസം കഴിക്കണം ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മീനും കൂടി വറുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.